ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വൈറൽ ചായയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഒരുപാട് പണിയെടുത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഇതിന് മുന്നേ ഞാനൊരു റോസ്റ്റഡ് ടീ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല, എന്നാലും കുഴപ്പമില്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇത് അതിലേറെ അടിപൊളി ചായയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചായക്ക് എടുക്കുന്ന സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് കാരമലാക്കി എടുക്കണം. ഇത് കാരമൽ ടീ ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര മെൽട്ടായി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ട്, അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഒന്ന് കാരമലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മുഴുവനായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ആ കാരമലായതൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വന്നോളും. ഇപ്പോൾ അത് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അത് മെൽട്ടായിട്ട് വന്നോളും. ഇനി നമുക്കതിലേക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഈ ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. അതുപോലെ ചെറിയ പീസ് പട്ട, 2 ഏലക്കായ, 1 ഗ്രാമ്പു, അത്രയും ഇതിലേക്ക് ഈ വെള്ളം തിളക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 ടീസ്പൂണ് ചായപ്പൊടി ആട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ചായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ പാലൊഴിച്ച് കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ പാലൊഴിച്ചിട്ട് ഈ ചായപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലാട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ പാലും നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അത് തിളച്ച് വരുമ്പോൾ നല്ല കടുപ്പത്തിലുള്ള നല്ല ഒരു ചായ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഈ നമ്മൾ കാരമൽ ഇതുകൊണ്ട് തന്നെ ഒന്നുകൂടെ നല്ല ഡാർക്ക് കളറിൽ നമ്മുടെ ചായ കിട്ടും. നല്ലൊരു ഓവർ കടുപ്പുള്ള ചായ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ അത്രയും കടുപ്പൊന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. കാരമലിൻ്റെ ടേസ്റ്റ് കൂടെ വരുമ്പോൾ ഈ ഒരു ചായക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ആ ചായക്കൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മസാലകളെല്ലാം ഇട്ടുകൊണ്ട് തന്നെ ഒരു മസാല ചായയുടെ ഫ്ലേവറും എല്ലാം കൂടെ വരുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നമുക്ക് അരിച്ചിട്ട് ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഒരുപോലെ ചായ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറൈറ്റി ആയിട്ട് ചായയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതെന്തായാലും ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് ഫോളോ കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്